യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഹൃദയത്തിൻ്റെ വികാരങ്ങൾ കർത്താവുമായിട്ട് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ കർത്താവുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഇന്ന് ധ്യാന വിഷയമായിട്ടെടുക്കുന്ന തിരുവചന ഭാഗം സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. എൽക്കാനയുടെ ഭാര്യ ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് പോയി. 10-ാം വാക്യം, കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവൾ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റുപോയ ഹന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 15-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെ കർത്താവുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. ഹന്ന പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളെ കർത്താവുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു. ഏതുമായിക്കൊള്ളട്ടെ, ഹന്നയുടെ ഹൃദയത്തിലൂടെ കടന്നുപോയ വികാരങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അത് സ്നേഹമായിക്കൊള്ളട്ടെ, അത് സങ്കടമായിക്കൊള്ളട്ടെ, എന്ത് തന്നെ വികാരങ്ങളായാലും അവൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് അത് പകർന്നു നൽകാൻ കാണിച്ചപ്പോൾ ആ കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ടു എന്നതാണ്. 18-ാമത്തെ വാക്യം, പിന്നീട് അവരുടെ മുഖം മ്ലാനമാകാൻ കർത്താവ് അനുവദിച്ചില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നീ അഭിമുഖീകരിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ കടബാധ്യതയായിക്കൊള്ളട്ടെ, നിന്റെ ജോലിയിലുള്ള ബുദ്ധിമുട്ടായിക്കൊള്ളട്ടെ, നിന്റെ കുടുംബത്തിൻ്റെ കുറവുകളായിക്കൊള്ളട്ടെ, പോരായ്മകളായിക്കൊള്ളട്ടെ, നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നീ കർത്താവിൻ്റെ മുമ്പിൽ അത് പകർന്നു നൽകാൻ തയ്യാറാണോ? എങ്കിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പകർന്നു നൽകി നിന്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? എങ്കിൽ കർത്താവ് ഇടപെടും. നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നീ കർത്താവിൻ്റെ മുമ്പിലേക്ക് പകരാൻ ഒരു മനസ്സ് കാണിച്ചാൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ പല സ്ഥലത്തും ഓടിയിട്ടുണ്ട്, നിന്റെ ബന്ധുമിത്രാദികളോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കുടുംബക്കാരോട് നീ നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നൊന്നും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചില്ല. എന്നാൽ കർത്താവ് ഹന്നയോട് പറഞ്ഞത്, നീ നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ എൻ്റെ മുമ്പിലേക്ക് പകർന്നു നൽകാൻ കാണിച്ച മനസ്സ്, അത് ഞാൻ കാണുന്നു. അങ്ങനെ കർത്താവ് പിന്നീട് ഹന്നയുടെ മുഖം മ്ലാനമാകാൻ അനുവദിച്ചില്ല. നമ്മുടെയൊക്കെ മുഖങ്ങൾ, നിന്റെ മുഖം മ്ലാനമായി പോകുന്ന കാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കർത്താവിൻ്റെ മുമ്പിലേക്ക് പകർന്നു നൽകാൻ സാധിച്ചാൽ നിന്റെ മുഖം പിന്നീട് മ്ലാനമാകാൻ കർത്താവ് അനുവദിക്കില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും പഠിക്കാം. ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഈ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് മ്ലാനമായി പോകുന്ന നമ്മുടെ മുഖങ്ങളെ സന്തോഷമുള്ളതാക്കി മാറ്റാനായിട്ട് കഴിയുക. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ വേദനകൾ, നിന്റെ വേദനകൾ ഏതുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിത പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഹൃദയത്തിൻ്റെ വികാരങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അത് കർത്താവിൻ്റെ മുമ്പിലേക്ക് പകർന്നു കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായാൽ
കർത്താവ് നമ്മളെ കേൾക്കും. നമ്മുടെ പ്രശ്നങ്ങൾ, നിന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരും, നിന്റെ വേദനകൾ മാറ്റിത്തരും, നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ മാറ്റിത്തരും. അതുകൊണ്ട് പകർന്നു നൽകുക, നിന്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ കർത്താവിലേക്ക് പകർന്നു നൽകുക. ദൈവം അനുഗ്രഹിക്കട്ടെ.